നമസ്കാരം. ഗൾഫ് ടുഡേ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒമാനിലെ പരിപാടികൾ തുടങ്ങി. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ആദ്യ പൊതുപരിപാടി. ഇന്ന് മസ്കറ്റിലും നാളെ സലാലയിലുമാണ് മുഖ്യമന്ത്രി പ്രവാസികളെ അഭിസംബോധന ചെയ്യുക. രണ്ടാം ഘട്ട ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെയാണ് ഒമാനിലെത്തിയത്. ഒമാനിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ആദ്യത്തെ പൊതുപരിപാടി മസ്കറ്റിൽ പുരോഗമിക്കുകയാണ്. അമീറാത്ത് മുനിസിപ്പൽ പാർക്കിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിംഗ് സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളുടെ പുനരധിവാസത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം വലിയ തോതിൽ ഉറപ്പുവരുത്താനായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുകയാണ്. പ്രവാസികളുടെ പങ്കാളിത്തത്തോടെയുള്ള പുനരധിവാസ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. മനുഷ്യത്വമുള്ളവരായിരിക്കൂ, സമാധാനം പുലരട്ടെ എന്ന സന്ദേശവുമായാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ നടക്കുന്നത്. വിവിധ കലാപരിപാടികളും പ്രദർശനങ്ങളും മേളയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് പ്രവാസികൾ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെ സലാലയിൽ ISC കേരള വിംഗ് ഒരുക്കുന്ന പ്രവാസോത്സവത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. ഇത്തിഹാദ് മൈതാനിയിലാണ് പരിപാടി. മന്ത്രി സജി ചെറിയാൻ, വ്യവസായികളായ MA യൂസുഫ് അലി, ഗൾഫാർ മുഹമ്മദ് അലി തുടങ്ങിയവർ ഒമാനിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കേരള മുഖ്യമന്ത്രി ഒമാനിലെത്തുന്നത്. 1999 EK നായനാരാണ് ഇതിനു മുമ്പ് ഒമാൻ സന്ദർശിച്ച കേരള മുഖ്യമന്ത്രി. ഈ മാസം 17 മുഖ്യമന്ത്രി ബഹ്റൈൻ സന്ദർശിച്ചിരുന്നു. ഈ മാസം അവസാനം ഖത്തറും നവംബർ 7 കുവൈത്തും 8 UAEയും മുഖ്യമന്ത്രി സന്ദർശിക്കും. സൗദി സന്ദർശനത്തിന് ഇതുവരെ കേന്ദ്രാനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് സൂചന. 24 ഒമാൻ. മസ്കറ്റിലെ പരിപാടിയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. അതിലേക്ക് തത്സമയം. മുന്നോട്ട് പോക്കില് നാടിന്റെ വികസനത്തില് വളരെ പ്രധാനപ്പെട്ട പങ്കാണ് റോഡ് കണക്ടിവിറ്റിക്കുള്ളത്. പക്ഷേ നമുക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല. 2016 സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരെ പോയി കണ്ടു. അവർ തിരിച്ചു പോയിരിക്കുന്നു. നിങ്ങൾ വരണം, സ്ഥലം ഏറ്റെടുത്ത് തരാമെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് അവരൊരു പ്രധാന തടസ്സം ഉന്നയിക്കുന്നത്. അവർ പറഞ്ഞു, കേരളത്തിൽ വലിയ വിലയാണ് ഭൂമിക്ക്, ആ വില കൊടുത്ത് ഞങ്ങൾ ഭൂമി എടുക്കില്ല, നിങ്ങൾ എടുത്തു തരണം. സ്വാഭാവികമായും ആ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എന്തുകൊണ്ട്? ഇന്ത്യയിൽ ഒരിടത്തും അങ്ങനെ സംസ്ഥാനം ഭൂമി എടുത്തു കൊടുക്കുന്നില്ല. ആ തർക്കം നമ്മൾ ഉന്നയിച്ചു. അവസാനം വലിയ തർക്കമായി. ഏറ്റവും ഒടുവിൽ കേന്ദ്രമന്ത്രി ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ സമവായ ചർച്ച നടന്നു. നമുക്കാണെങ്കിൽ എത്രയും വേഗം ഇത് വരണം, ഈ നാഷണൽ ഹൈവേ പണി തുടങ്ങണം. അത് നമ്മുടെ നാടിന്റെ വികസനത്തിന് ഒഴിച്ചുകൂടാത്തതാണ്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ നമ്മൾ നിർബന്ധിതമായി. അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നിങ്ങൾ ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ വിലയുടെ 25% സംസ്ഥാനം വഹിക്കണം. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ എന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്ന തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. മറ്റു റിപ്പോർട്ടുകളിലേക്കാണ്. KT ജലീലിനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. തദ്ദേശ വകുപ്പ് മന്ത്രിയായിരിക്കെ ബാർ മുതലാളിമാരിൽ നിന്നും വൻ തുക കോഴ വാങ്ങിയാണ് പഞ്ചായത്ത് രാജ് നിയമത്തിൽ KT ജലീൽ ഭേദഗതി വരുത്തിയതെന്ന് PK ഫിറോസ് ആരോപിച്ചു. റിയാദിൽ KMCCയുടെ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു PK ഫിറോസ്. ബാർ മുതലാളിമാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് അവർക്ക് ഇഷ്ടം പോലെ ലൈസൻസ് കിട്ടുന്ന രീതി പഞ്ചായത്ത് രാജിൽ ഭേദഗതി വരുത്തിയ മന്ത്രിയുടെ പേരാണ് ഈ പറയുന്ന ലീഗിനെതിരെ ആക്ഷേപം ഉന്നയിച്ച് നടക്കുന്ന ഈ KT ജലീൽ. മലയാളം സർവകലാശാല ഭൂമി ഇടപാടിലും ചമ്രവട്ടം പാലം നിർമ്മാണത്തിലും ജലീൽ വൻ അഴിമതി നടത്തിയതായും അദ്ദേഹം ആവർത്തിച്ചു.
17 കോടിയിലേറെ രൂപയാണ് മലയാളം സർവകലാശാല ഇടപാടിൽ അഴിമതി നടന്നത്. ഇത് മറച്ചുവെക്കാനാണ് ജലീൽ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. 6 മാസത്തിനകം UDF അധികാരത്തിൽ വരുമെന്നും ഇതിനുശേഷം ജലീൽ ഉൾപ്പെടെയുള്ള അഴിമതിക്കാരെ ജയിലിൽ അടക്കുവാൻ യൂത്ത് ലീഗ് പ്രക്ഷോഭം നടത്തുമെന്നും ഫിറോസ് പ്രഖ്യാപിച്ചു. ഹിജാബ് വിവാദത്തിൽ ക്രൈസ്തവർക്കിടയിലെ ചില തീവ്രവാദ സംഘടനകൾ നടത്തുന്ന പ്രചാരണങ്ങളിൽ സഭാ നേതൃത്വത്തിലെ ചിലരെങ്കിലും വീണുപോകുന്നു എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ച നിലപാടിനേക്കാൾ മുസ്ലിം ലീഗിനെ ആശങ്കപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശത്ത് തനിക്ക് 5 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്നത് വെറും സാങ്കേതികമാണ്. വിസ നടപടികളുടെ ഭാഗമായാണ് ഇങ്ങനെ ശമ്പളം കാട്ടുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന ലീഗ് നേതാക്കൾ പങ്കെടുത്ത പരിപാടിയിലാണ് ഫിറോസിൻ്റെ പ്രസംഗം. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. കൊച്ചി പള്ളുരുത്തി സെയിന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. കുട്ടിക്ക് സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ ആഗ്രഹമില്ലെന്ന് വിദ്യാർത്ഥിനിയുടെ പിതാവ് കോടതിയെ അറിയിച്ചു. തുടർ നടപടികൾക്കില്ലെന്ന് സംസ്ഥാന സർക്കാരും വ്യക്തമാക്കി. ഒടുവിൽ ശിരോവസ്ത്ര വിവാദം അവസാനിച്ചു. പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം കക്ഷികൾ അംഗീകരിച്ചു. തുടർ നടപടിയില്ലെന്ന് എല്ലാ കക്ഷികളും വ്യക്തമാക്കി. ഇതോടെയാണ് ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ച് ഹർജി തീർപ്പാക്കിയത്. കോടതി നടപടിയിൽ തൃപ്തിയെന്ന കുട്ടിയുടെ പിതാവ്. സ്കൂളിന്റെ കാര്യം തീരുമാനമായിട്ടില്ല. അതെ. എല്ലാ കുട്ടികളെയും ഒരുപോലെ പരിഗണിക്കുന്നതിന്റെ ഭാഗമായാണ് ശിരോവസ്ത്രം അനുവദിക്കാത്തതെന്ന് സ്കൂളിന്റെ അഭിഭാഷക കോടതിയിൽ പറഞ്ഞു. ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ സ്കൂളിൽ വിലക്കേർപ്പെടുത്തുന്നത് ഭരണഘടനാപരമായ അവകാശങ്ങളിലുള്ള കടന്നുകയറ്റമെന്നായിരുന്നു സർക്കാർ നിലപാട്. എന്നാൽ പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമില്ലെന്ന കുട്ടിയുടെ പിതാവിന്റെ നിലപാടിന് കോടതി പ്രാധാന്യം നൽകുകയായിരുന്നു. 24, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റുവെന്ന് കണ്ടെത്തൽ. പോറ്റി തനിക്ക് സ്വർണം വിറ്റെന്ന് കർണാടക ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. അതേസമയം പോറ്റിയുമായി തെളിവെടുപ്പിന് അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് തിരിച്ചു. ദ്വാരപാലക ശില്പത്തിന്റെ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയ പള്ളിക്കത്തോട് സ്വദേശി വാസുദേവന്റെ മൊഴിയും SIT രേഖപ്പെടുത്തി. കേസിൽ റിമാൻഡിലായ B മുരാരി ബാബുവിന്റെ വീട്ടിൽ SIT പരിശോധന നടത്തി. ശബരിമലയിലെ ദ്വാരപാലക പാളികളിൽ നിന്ന് വേർതിരിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റെന്ന നിർണായക കണ്ടെത്തലാണ് SIT നടത്തിയത്. ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി 476 ഗ്രാം സ്വർണം വിപണി വിലയ്ക്ക് വിറ്റത്. സ്വർണം വേർതിരിച്ചപ്പോൾ ബാക്കി വന്ന ഈ സ്വർണം പോറ്റിക്ക് നൽകിയത് സ്മാർട്ട് ക്രിയേഷൻസ് ആണ്. ഇക്കാര്യം ഗോവർദ്ധൻ SITയോട് സ്ഥിരീകരിച്ചു. 2012-13 കാലഘട്ടത്തിൽ ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പക്ഷേത്രത്തിൽ വച്ചാണ് പോറ്റിയുമായി പരിചയപ്പെടുന്നത്. ശബരിമലയിലെ പൂജാരി എന്ന് പറഞ്ഞാണ് പോറ്റി സ്വയം പരിചയപ്പെടുത്തിയത്. തന്നിൽ നിന്ന് സ്പോൺസർഷിപ്പിന്റെ പേരിൽ പലപ്പോഴായി പോറ്റി സ്വർണം വാങ്ങിയെന്നും ഗോവർദ്ധൻ SITക്ക് മൊഴി നൽകി. വിവാദങ്ങൾക്കിടെ ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേർന്നു. 2025 സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ വീഴ്ചയുണ്ടായെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഈ വീഡിയോ ചിത്രീകരണത്തോടുകൂടി സുരക്ഷിത വാഹനത്തിലാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ ഒരു വീഴ്ച പറ്റി. എന്താണ് വീഴ്ച? സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചില്ല. അതൊരു വീഴ്ച തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പിന് SIT ബംഗളൂരുവിലേക്ക് തിരിച്ചു. ബെല്ലാരിയിലെത്തി വിറ്റ സ്വർണം വീണ്ടെടുക്കാൻ ശ്രമിക്കും. ഒപ്പം ചെന്നൈ അമ്പത്തൂരിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിലും തെളിവെടുപ്പ് നടത്തും. റിമാൻഡിലുള്ള B മുരാരി ബാബുവിന്റെ കോട്ടയം പെരുന്നയിലെ വീട്ടിൽ SIT പരിശോധന നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തിരിച്ചെത്തിയ ശേഷം മുരാരി ബാബുവിനായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക പീഠം കൈമാറിയ പള്ളിക്കത്തോട് സ്വദേശി വാസുദേവന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ബംഗളൂരുവിലെ സഹോദരിയുടെ വീട്ടിൽ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തിയത്. ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട രേഖകൾ വാസുദേവൻ പ്രത്യേക സംഘത്തിന് കൈമാറി. 24, തിരുവനന്തപുരം. ആനക്കൊമ്പ് കൈവശം വെച്ച കേസിൽ മോഹൻലാലിന് തിരിച്ചടി. ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം മോഹൻലാലിന് നൽകിയ വനംവകുപ്പ് ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. വനംവകുപ്പ് പുതിയ വിജ്ഞാപനം ഇറക്കണമെന്നും കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2011 ഡിസംബർ 21 ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ തേവരയിലെ മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് 2 ജോഡി ആനക്കൊമ്പുകൾ കണ്ടെത്തിയിരുന്നു. തുടർന്ന് 2015 ആനക്കൊമ്പുകൾ ഡിക്ലെയർ ചെയ്യാൻ സർക്കാർ അവസരം നൽകി. 2016 ജനുവരി 16 ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം മോഹൻലാലിന് നൽകുകയും ചെയ്തു. ഈ ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. പകരം പുതിയ വിജ്ഞാപനം ഇറക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ ഉത്തരവിലെ സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് കോടതി നടപടിയെന്ന് മോഹൻലാലിന്റെ അഭിഭാഷകൻ വിശദീകരിച്ചു.
2015 ഗസറ്റിൽ സർക്കാർ ഉത്തരവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറപ്പെടുവിക്കാത്തതാണ് പിഴവായി കോടതി ചൂണ്ടിക്കാണിച്ചത്. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കർ നമ്പ്യാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ആനക്കൊമ്പ് കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മോഹൻലാൽ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. CPIയുടെ കടുത്ത എതിർപ്പിനിടെ കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി PM ശ്രീയുമായി സംസ്ഥാന സർക്കാരും CPIM-ഉം മുന്നോട്ട്. നയങ്ങൾ പറഞ്ഞ് കിട്ടാനുള്ള കോടികൾ വേണ്ടെന്ന് വയ്ക്കണോ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ചോദിച്ചത്. കേന്ദ്രം നൽകുന്ന പദ്ധതികൾ കേരളത്തിന് ലഭിക്കണമെന്ന് പറഞ്ഞ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ന്യായീകരിച്ചു. 27-ന് ചേരുന്ന എക്സിക്യൂട്ടീവ് തുടർ തീരുമാനമെടുക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. കേന്ദ്രവുമായി ധാരണാപത്രം ഒപ്പുവെച്ചത് ഈ മാസം 16-നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. CPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സർക്കാരും CPIM-ഉം. എല്ലാ കാലത്തും ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർത്ത് നിൽക്കാനാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ താൻ നിലപാട് മാറ്റിയെന്നും മന്ത്രി. ഈ NEP-ൽ എന്താണ് കുഴപ്പം ഒന്നൊന്ന് പറഞ്ഞേ. NEP-ൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞേ. ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി. CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ലഭിച്ച കേന്ദ്ര ഫണ്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായുള്ള തീരുമാനത്തെ മന്ത്രി V. ശിവൻകുട്ടി ന്യായീകരിച്ചത്. ഞാൻ പറയുന്നത് നമുക്ക് നയം പറഞ്ഞിട്ട് ഈ കിട്ടേണ്ട 1500 കോടിയും അതുപോലെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടണമെന്നാണ് പറയുന്നത്. ഒരു NEP-യുടെ പേര് പറഞ്ഞിട്ട് ഈ കാശ് നഷ്ടപ്പെടാൻ വേണ്ടി ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല. ഇത് ഏത് സർക്കാരെന്ന് ചോദിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 27-ന് ആലപ്പുഴയിൽ ചേർന്ന പാർട്ടി എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും അറിയിച്ചു. മുന്നണി മര്യാദകളുടെ ലംഘനമാണ്. അതെന്ത് ഗവൺമെന്റാണത്? എന്താ അതിന്റെ കുട്ടുത്തരവാദിത്വം? എല്ലാത്തിനെയും ഇതുപോലെ അവഗണിക്കാൻ ശ്രമിക്കുന്ന എന്ത് കുട്ടുത്തരവാദിത്വമാണ്? അതല്ല LDF, അതാകരുത് LDF. ഇടത് സർക്കാർ നടപ്പാക്കുന്നതെല്ലാം ഇടത് നയങ്ങളാണെന്ന തെറ്റിദ്ധാരണ വേണ്ടെന്ന പ്രതികരണമാണ് പദ്ധതിയെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്നാണോ നിങ്ങൾ ധരിച്ചിട്ടുള്ളത്? ഞങ്ങൾക്ക് നയമുണ്ട്, പാർട്ടിക്ക്, ഇടതുപക്ഷ പാർട്ടികൾക്ക് നയമുണ്ട്. MOU ഒപ്പിട്ടത് ഈ മാസം 16-നാണെന്നാണ് രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി K. വാസുകി IAS MOU ഒപ്പിട്ടു. അഡീഷണൽ സെക്രട്ടറി S. ചിത്ര IAS, SSK പ്രോജക്ട് ഡയറക്ടർ സുപ്രിയ AR എന്നിവർ സാക്ഷികളായും ഒപ്പിട്ടിട്ടുണ്ട്. MOU റദ്ദാക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനാണ്. 30 ദിവസത്തെ നോട്ടീസ് നൽകി ധാരണാപത്രം കേന്ദ്രത്തിന് റദ്ദാക്കാം. അതേസമയം പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഭിനന്ദിച്ചു. 24 തിരുവനന്തപുരം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുന്നതുവരെ CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന്റേതാണ് ഈ തീരുമാനം. ഇക്കാര്യം അറിയിച്ച് CPIM സംസ്ഥാന സെക്രട്ടറിക്കും LDF കൺവീനർക്കും കത്ത് നൽകാനും CPI തീരുമാനിച്ചു. തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് CPI ദേശീയ സെക്രട്ടറി D. രാജ CPIM ജനറൽ സെക്രട്ടറി MA ബേബിയെ കാണും. മുന്നണിയും മന്ത്രിസഭയും അറിയാതെ PMC പദ്ധതിയിൽ ഒപ്പിട്ട സർക്കാരിന്റെ നടപടി CPIയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. അപമാനിതരായി എന്ന വികാരത്തിലാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഓൺലൈനായി ചേർന്നത്. പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന് നിലപാടെടുത്ത നേതാക്കൾ മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. PMC പദ്ധതിയിൽ ഒപ്പിട്ട തീരുമാനം തിരുത്തുന്നതുവരെ മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാനാണ് തീരുമാനം. പാർട്ടിയുടെ നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ അധികാരപ്പെട്ട സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ അംഗീകാരത്തോടെ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. 27-ന് ആലപ്പുഴയിലാണ് എക്സിക്യൂട്ടീവ്. ക്യാബിനറ്റ് മാറ്റിവെച്ചൊരു വിഷയമാണത്. ആ വിഷയത്തെപ്പറ്റി നയപരമായ തീരുമാനം കൈക്കൊള്ളാനും നയപരമായി സർക്കാരിനെ നയിക്കുവാനും കടപ്പെട്ട LDF-ന് ചർച്ച ഉണ്ടായിട്ടില്ല. അപ്പോൾ എവിടെയും ചർച്ച ചെയ്യാതെ, ആരോടും ആലോചിക്കാതെ, ഘടക പാർട്ടികളെയും മന്ത്രിസഭയെയും തന്നെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഇത്രയും ഗൗരവമേറിയ ഒന്നിൽ LDF ഗവൺമെന്റിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് CPIക്ക് അറിയില്ല. മന്ത്രിസഭയുടെയോ മുന്നണിയുടെയോ അറിവില്ലാതെ PMC പദ്ധതിയിൽ ഒപ്പിട്ട തീരുമാനത്തെ ബിനോയ് വിശ്വം തള്ളിപ്പറഞ്ഞു. ഇത് LDF-ന്റെ വഴിയോ ശൈലിയോ അല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ തള്ളിപ്പറയൽ. മന്ത്രിസഭാംഗവും CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ GR അനിലും ധാരണാപത്രത്തിൽ ഒപ്പിട്ട തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ചു. ക്യാബിനറ്റ് പിൻവലിച്ച ഒരു അജണ്ട ക്യാബിനറ്റിൽ വീണ്ടും അവതരിപ്പിക്കാതെ ക്യാബിനറ്റിനെ ഇരുട്ടിൽ നിർത്തി ഇത് എങ്ങനെയാണ് ഒപ്പുവെച്ചത് എന്നുള്ള കാര്യം ആദ്യം വിദ്യാഭ്യാസ മന്ത്രി പറയട്ടെ. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനപ്രകാരം CPI ജനറൽ സെക്രട്ടറി D. രാജ CPM ജനറൽ സെക്രട്ടറി MA ബേബിയെ കാണും. We are demanding the government in Kerala should withdraw from that MOU.
കത്തും പറച്ചിലും മന്ത്രിസഭാ ബഹിഷ്കരണവുമായി നീങ്ങുമ്പോഴും പ്രതിഷേധം എവിടെ എങ്ങനെ അവസാനിപ്പിക്കുമെന്നതിൽ CPIക്ക് വ്യക്തതയില്ല. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. എറണാകുളം ജില്ലാ അസോസിയേഷൻ കുവൈറ്റ് ഓണക്കാഴ്ച 2025 എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മംഗഫ് അൽ നജാ സ്കൂളിൽ നടന്ന പരിപാടി മെഡെക്സ് മെഡിക്കൽ കെയർ ഗ്രൂപ്പ് CEO VP മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. EDF പ്രസിഡന്റ് വർഗീസ് പോൾ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി തങ്കച്ചൻ ജോസഫ് സംസാരിച്ചു. നസീബ് കലാഭവനും സംഘവും അവതരിപ്പിച്ച വിവിധ പരിപാടികളും ED അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരയും മറ്റ് കലാപരിപാടികളും ഓണസദ്യയും പരിപാടിയുടെ ഭാഗമായി നടന്നു. കോഴിക്കോട് പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ MP മർദ്ദിച്ചതിൽ ആരോപണ വിധേയനായ CI അഭിലാഷ് ഡേവിസിന്റെ പിരിച്ചുവിടൽ റദ്ദാക്കിയത് DGP. പിരിച്ചുവിടാനുള്ള തീരുമാനം ശമ്പള വർധന തടയലായി ഒതുക്കി മുൻ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് തീരുമാനമെടുത്തത്. അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാൻ തീരുമാനിച്ച് കമ്മീഷണർ നൽകിയ റിപ്പോർട്ട് 24 ലഭിച്ചു. തിരുവനന്തപുരം ശ്രീകാര്യം CI ആയിരുന്ന സമയത്ത് അഭിലാഷ് ഡേവിഡ് ലൈംഗിക പീഡന കേസ് പണം വാങ്ങി അട്ടിമറിച്ചെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തിരുവനന്തപുരം കമ്മീഷണർ CH നാഗരാജു പിരിച്ചുവിടാൻ റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ഇത് 2 വർഷത്തെ ശമ്പള വർധനവ് തടയലെന്ന നടപടി മാത്രമാക്കി സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഒതുക്കി. കാരണം കാണിക്കൽ നോട്ടീസിന് അഭിലാഷ് നൽകിയ മറുപടി തൃപ്തികരമെന്നായിരുന്നു വിലയിരുത്തൽ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയാണ് പിരിച്ചുവിടൽ വാദം റദ്ദാക്കിയതെന്ന അഭിലാഷിന്റെ വാദം ഇതോടെ നുണയാണെന്ന് വ്യക്തമായി. അഭിലാഷ് ഡേവിഡ് സർവീസിലുള്ളപ്പോൾ പോലും CPIM സഹയാത്രികനാണെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. അഭിലാഷ് ഡേവിഡിനെ തനിക്കറിയില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും പറഞ്ഞു. അതേസമയം വിഷ്ണു വത്സൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരായ കോൺഗ്രസ് ആരോപണത്തിനെതിരെ കുടുംബം രംഗത്തെത്തി. ഞങ്ങൾ 5-8 ദിവസം അനുഭവിച്ച മാനസിക സംഘർഷത്തിന് ഒരു അറുതിയില്ല. അപ്പോൾ അതിന് ഞങ്ങൾക്ക് കോൺഗ്രസ്സുകാർ ഞങ്ങളോട് മാപ്പ് പറയണം. സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പൊതുയോഗത്തിലോ വെച്ചിട്ട് ഞങ്ങളോട് കുടുംബത്തിനോട് മാപ്പ് പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഷാഫി പറമ്പിൽ MPയെ മർദ്ദിച്ചത് വിഷ്ണു വത്സൻ എന്നായിരുന്നു കോഴിക്കോട് DCC അധ്യക്ഷൻ K പ്രവീൺ കുമാറിന്റെ ആരോപണം. ന്യൂസ് ഡെസ്ക് 24. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് സംഘർഷത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് സമരസമിതി ചെയർമാൻ 24നോട്. പോലീസും ഉടമയും തമ്മിലുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നങ്ങളാണെന്നും ചെയർമാൻ ബാബു കുടിക്കൽ വ്യക്തമാക്കി. സംഘർഷത്തിൽ 2 സമരസമിതി അംഗങ്ങളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഫ്രഷ് കട്ട് സംഘർഷം ആസൂത്രിതമെന്ന നിലപാടിലാണ് സമരസമിതി. ജനാധിപത്യപരമായാണ് സമരം നടന്നത്. പോലീസിനെ ആക്രമിച്ചിട്ടില്ല. ഉപയോഗശൂന്യമായ വാഹനങ്ങൾ നശിപ്പിച്ചത് ഫ്രഷ് കട്ട് മുതലാളി തന്നെയാണ്. വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ചെയർമാൻ ബാബു കുടിക്കൽ 24നോട്. ജനാധിപത്യ രീതിയിലുള്ള സമരത്തിനാണ് ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ പ്രകോപനം ഉണ്ടാക്കിയത് പോലീസാണ്. ഫ്രഷ് കട്ടിന്റെ മുതലാളിമാർ നടത്തിയ ഗൂഢാലോചന അതിൽ പോലീസ് ഉദ്യോഗസ്ഥരും ഭാഗമായിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. രണ്ടാമതൊന്ന് പോലീസ് നരനായാട്ട് നടത്തുന്നുണ്ട്. വീടുകളിൽ ആണുങ്ങളില്ലാത്ത വീടുകളിലൊക്കെ രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ നരനായാട്ട് നടത്തുന്നുണ്ട് പോലീസ്. പോലീസിന്റെയും അഗ്നിരക്ഷാസേനയുടെയും പരാതി ഉൾപ്പെടെ 8 FIRകളാണ് നിലവിൽ താമരശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2 പേരെ കൂടി ഇന്ന് കസ്റ്റഡിയിലെടുത്തു. കൂടത്തായ് സ്വദേശി സഫീർ, താമരശ്ശേരി സ്വദേശി മുഹമ്മദ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. കണ്ണൂരിൽ നിന്നും വയനാട്ടിൽ നിന്നുമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ട് സമഗ്രമായ അന്വേഷണമാണ് വയനാട് SPയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. നിലവിൽ 4 പേരാണ് കസ്റ്റഡിയിലുള്ളത്. സംഘർഷത്തിൽ SDPI ബന്ധമുണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM. എന്നാൽ CPIM-ഉം പോലീസും തമ്മിലുള്ള അന്തർധാരയാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നാണ് സ്ഥലം MLA MK മുനീറിന്റെ വാദം. CPIM ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് SDPI. CPIM-ന് ഫ്രഷ് കട്ട് മുതലാളിയുമായി അടുത്ത ബന്ധമാണെന്നും UDF-ഉം SDPI-യും ആവർത്തിക്കുന്നു. 24 കോഴിക്കോട്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കശ്മീരിൽ 3 സീറ്റുകളിൽ നാഷണൽ കോൺഫറൻസിന് ജയം. 1 സീറ്റിൽ BJP വിജയിച്ചു. ചൌധരി മുഹമ്മദ് റംസാനെ, സജ്ജാദ് കിച്ലു, ഷമ്മി ഒബ്രോയി എന്നിവരാണ് നാഷണൽ കോൺഫറൻസിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. ജമ്മു കശ്മീർ BJP സംസ്ഥാന അധ്യക്ഷൻ സത്പാൽ ശർമ്മയും വിജയിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, വിശദാംശങ്ങൾ. ജമ്മു കശ്മീരിലെ 4 ഒഴിവുകളിലേക്ക് നടന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പുകളിൽ 3 സീറ്റുകളിൽ നാഷണൽ കോൺഫറൻസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുകയാണ്. ചൌധരി മുഹമ്മദ് റംസാനെ, സജാദ് കിച്ലു, ഷമ്മി ഒബ്രോയ് എന്നിവരാണ് നാഷണൽ കോൺഫറൻസിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. അതേസമയം ഇതിൽ അപ്രതീക്ഷിതമായ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ജമ്മു കശ്മീരിൽ നിന്നും ഒരു BJP സ്ഥാനാർത്ഥി കൂടി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ സത്പാൽ ശർമ്മയെ
ാണ് ഇവിടെ സീറ്റിൽ മത്സരിച്ചിരുന്നത്. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന നിയമസഭയിൽ 28 സീറ്റുകളാണ് BJPക്ക് ഉള്ളത് എങ്കിൽ 32 സീറ്റുകൾ ആണ് വോട്ടുകളാണ് സത്പാൽ ശർമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 4 വോട്ടുകൾ ക്രോസ് വോട്ടിംഗ് ആയി BJP പക്ഷത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും വിജയിച്ചവരെ എല്ലാം തന്നെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അഭിനന്ദിച്ചിട്ടുണ്ട്. അതേസമയം ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നേരത്തെ കോൺഗ്രസിന് NC വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും വിജയിക്കുമെന്നുള്ള ഉറപ്പുള്ള സീറ്റ് മാത്രം രംഗത്തുള്ളൂ എന്നറിയിച്ച് കോൺഗ്രസ് മത്സരത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ CPI മുൻ സംസ്ഥാന കൌൺസിൽ അംഗം മീനാങ്കൽ കുമാർ കോൺഗ്രസിൽ ചേർന്നു. KPCC പ്രസിഡന്റും UDF കൺവീനറും ചേർന്ന് മീനാങ്കൽ കുമാറിനെയും ഒപ്പമുള്ളവരെയും സ്വീകരിച്ചു. KPCC ഓഫീസിലെത്തിയ മീനാങ്കൽ കുമാറിനെ സണ്ണി ജോസഫ്, അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിച്ചു. ശ്രീ മീനാങ്കൽ കുമാർ CPIയുടെ മുൻ സംസ്ഥാന കൌൺസിലർ, മന്ത്രി GR അനിൽ, CPI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ എന്നിവർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മീനാങ്കൽ കുമാറിന്റെ പാർട്ടി വിടൽ. കയ്പ് നീർ കഷായം കുടിപ്പിക്കുന്നത് പോലെ അടിച്ചേൽപ്പിച്ച് മുന്നോട്ട് എത്ര നാൾ പോകാൻ കഴിയും? തെറ്റായ സമീപനങ്ങളുടെ അടിസ്ഥാനത്തിൽ അഴിമതിയും ക്രമക്കേടുകളും നടത്തി മുന്നോട്ട് പോകുമ്പോൾ ആളുകൾ ഈ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പാർട്ടി അണികൾ ഒലിച്ചു പോവുകയാണ്. CPI പാർട്ടി തന്നെ UDFിലേക്ക് വരണമെന്ന അടൂർ പ്രകാശും വല്യേട്ടൻ പാർട്ടിയുടെ ഭീഷണിക്ക് വഴങ്ങി നിലപാടുകൾ തിരുത്തുന്ന പാർട്ടിയായി CPI മാറിയെന്ന് സണ്ണി ജോസഫും പ്രതികരിച്ചു. CPI എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ UDFിലേക്ക് വരണം എന്ന് മാറി മാറി ഞാൻ പറയാറുള്ള ഒരാളാണ്. അതിപ്പോഴും ഇന്നും ഞാൻ പറഞ്ഞു. CPI തന്നെ ഇപ്പം പെട്ടിരിക്കുന്ന ഒരു പെടാപ്പാട് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. രാഷ്ട്രീയമായിട്ട് അവർ വലിയേട്ടൻ പാർട്ടിയുടെ ഭീഷണിക്ക് വഴങ്ങി അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വിഴുങ്ങേണ്ട സാഹചര്യത്തിൽ CPI പെട്ടിരിക്കുകയാണ്. ഏതായാലും ആ പെടാപ്പാടിൽ പെടാതെ മീനാങ്കൽ കുമാറും സഹപ്രവർത്തകരും നേരത്തെ തന്നെ ആ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത് ഏറെ സന്തോഷകരമാണ്. തനിക്കൊപ്പം ജില്ലയിലെ 1000-ഓളം CPI പ്രവർത്തകരും നേതാക്കളും കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് മീനാങ്കൽ കുമാർ പറഞ്ഞു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു മീനാങ്കൽ കുമാറിനെ CPIയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. 24 തിരുവനന്തപുരം. പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ ദൃശ്യമാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ക്രൈം റിപ്പോർട്ടിംഗ് അവതരണത്തിനുള്ള പുരസ്കാരത്തിന് 24 ചീഫ് പ്രൊഡ്യൂസർ രാജേഷ് ആർനാഥ് അർഹനായി. കലികാലം എന്ന പരിപാടിയിലെ റിപ്പോർട്ടിംഗിനാണ് അവാർഡ്. ഇതോടെ ഗൾഫ് ടുഡേ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.